ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറോ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് SART പോലുള്ളതൊക്കെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ SARTയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണെന്നറിയോ, നമ്മളുടെ ഹൗസ് വൈഫ്സ് ഉണ്ടല്ലോ. ഹൗസ് വൈഫ്സ് എന്ന് പറയുമ്പോൾ ഞാനും ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ്. കാരണം മാരേജ് കഴിഞ്ഞിട്ട് 1 year ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കാര്യങ്ങളും നമ്മളൊരു വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങളും പഠിത്തം തുടരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനവും എല്ലാം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ആദ്യമൊക്കെ സ്റ്റഡി വ്ളോഗുകളാണല്ലോ ഞാൻ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെയുള്ള പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഈ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളാണ് ഇടുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ഒരു ഹൗസ് വൈഫാണെന്നുള്ള കാര്യം ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്ക് വന്നിരുന്ന ഒരുപാട് കമൻറ്റ്സാണ്. എങ്ങനെയാണ് വീട്ടു ജോലികളും അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മദർ ഇൻ ലോ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അങ്ങനെ ഹൗസ് ഹോൾഡ്സ് അങ്ങനെ എനിക്കില്ല. വർക്ക് അങ്ങനെ വീട്ടിൽ വലിയ ഇതായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോൾ തൽക്കാലം ഇല്ല. ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പണി വീട്ടിൽ ഇല്ല. എനിക്ക് പഠിക്കാൻ മാക്സിമം എനിക്ക് ടൈം കിട്ടാറുണ്ട്. അതുപോലെ അങ്ങനെ പഠനത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു ഫാമിലി അല്ല. എനിക്ക് പഠിക്കാൻ എല്ലാം കൊണ്ടും എനിക്ക് മാക്സിമം സപ്പോർട്ടാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ എന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിക്കാനായിട്ട് പോയി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വർക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാനൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പഠനം ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്കിങ്ങനെ ഇഷ്ടം പോലെ സമയം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളൊരു എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 1 year ഒക്കെ ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ കഴിയുന്ന സമയത്ത് ഒരു കുഞ്ഞെന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് വരുന്ന ടൈമിൽ ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് കുറച്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേട്ടൊന്നും നമുക്ക് വേറെ ഒന്നിലോട്ടും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ആവണമെങ്കിൽ നാളൊരു കുഞ്ഞും കൂടെ വേണമല്ലോ. അപ്പോൾ അത് കൂടെ ആവുന്നതിന് മുമ്പായിട്ട് ഒരു ജോലി എനിക്ക് വേണമെന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡ് നാട്ടിലൊക്കെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഒക്കെ ഓരോ വീട്ടമ്മമാരുടെയൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഹസ്ബൻഡിനെ ജോലിക്ക് വിടണം, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടണം, അത് കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണിപ്പോൾ ഹൗസ് വൈഫ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മനസ്സിലോട്ട് വരും എത്രത്തോളം സ്ട്രഗിളാണ് നാളെ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്ട്രഗിളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരാഗ്രഹം, തൽക്കാലമല്ല ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു ജോലിയിലോട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ. പക്ഷേ നമ്മൾ ഏതൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ അറിയാമല്ലോ അല്ലേ. ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ വേറെ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസാണിപ്പോൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ നല്ലോണം ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാനൊരു 3 ദിവസം പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആവുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ ഒരു 3 ദിവസം പറ്റാതായി കഴിഞ്ഞാൽ ഞാൻ അതും ചേർത്തിട്ട് അടുത്ത ടൈമിൽ ഞാൻ പഠിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ളത് അറിയില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലാണ് PSC നോക്കുന്നുണ്ട് എന്ന് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ടൈം ടേബിൾ ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള
ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്തിന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെയുള്ളൊരു പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റോടൊപ്പം ഇത് ചെയ്യുന്നതിൻ്റോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു റിവിഷൻ കൊണ്ടുപോകാനായിട്ട് എന്തായാലും നോക്കുക. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ഉള്ള ആൾക്കാർ, ഹസ്ബൻഡൊക്കെ നാട്ടിലുണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു 10 മണിയുടെ ഉള്ളിൽ എല്ലാവരും പോകുമല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ എല്ലാം പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ, അതായത് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ വേഗം പോയി കിടക്കണം എന്നുള്ളൊരു, ഓഫ് കോഴ്സ് നമുക്കൊരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ടയേർഡാവും. അപ്പോൾ അത് കഴിഞ്ഞതും പോയി കിടക്കണം എന്നുള്ളൊരു മൈൻഡ് മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മൾ പഠിക്കാനായിട്ട് മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഹൗസ് വൈഫിനെന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് കിട്ടാവുന്ന ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മോർണിംഗ് 10 to ഈവനിങ് 4 ആണല്ലേ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്കായിരിക്കും സ്കൂൾ വിടുക, ഹസ്ബൻഡൊക്കെ വരാനാണെങ്കിൽ 5 മണിക്കൊക്കെ ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 10 to 4 ആയിരിക്കും നിങ്ങളുടെ ടൈം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് നോക്കി മാക്സിമം പഠിക്കേണ്ട ആവശ്യമുള്ളത് മാത്രം എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇതേ സെയിം സാധനം തന്നെയാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് 10 to 4 വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം രാത്രികൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. രാത്രികൾ എന്ന് പറയുമ്പോൾ ഒരു 8-9 മണിക്കൊക്കെ ഇരുന്ന് മിനിമം ഒരു 3 hours 4 hours എന്തായാലും കണ്ടെത്താനായിട്ട് നോക്കുക, മിനിമം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് PSCയിൽ നല്ലൊരു ജോബിലോട്ട് കയറാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു ഹസ്ബൻഡാണെങ്കിലും കുഞ്ഞാണെങ്കിലും അവർ പുറത്തോട്ട് പോകുന്ന, അവർ സ്കൂളിലും വർക്കിന് പോകുന്ന ടൈം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ എനിക്ക് LDC ഒക്കെ കൈവിട്ട് പോയ സമയത്തൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒന്നാമത് ഈ LDCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എൻ്റെ മാരേജിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ ഞാൻ LDC എന്ന് പറയുന്നത് ഭയങ്കര ആവേശത്തോടെ നോക്കിയിരുന്നൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഒരു മാരേജിൻ്റെ ടൈം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തിരക്കും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നല്ല തിരക്കും കാര്യങ്ങളും, പിന്നെ മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 3-4 months ഒന്നും ഞാൻ ഒട്ടും ഫ്രീ ആയിരുന്നില്ല. പിന്നെ കിട്ടിയ ടൈമിൽ 3 മാസത്തോളമാണ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടും കാര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ എനിക്ക് റിവിഷൻ്റെ കുറവ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കുറവ്, ഇതെല്ലാമാണ് എനിക്ക് അവിടെ മാർക്ക് എനിക്ക് പോയത്. പക്ഷേ എനിക്കത് ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് പിന്നീട് ആലോചിക്കുന്ന സമയത്ത് എനിക്കത് വലിയ കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കാലയളവ് കൊണ്ടാണ് എനിക്ക് 50 above ഉണ്ടായിരുന്നു മാർക്ക്, 60 something ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ആ ഒരു 2-3 മാസം കൊണ്ട് ഞാനെടുത്ത ആ ഒരു സ്ട്രഗിള് എനിക്ക് ഇത്രയും നല്ല സ്കോർ വാങ്ങിത്തരാൻ പറ്റിയെങ്കിൽ, എനിക്കൊരു 6 മാസം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും നല്ലൊരു റാങ്കിൽ ഇടം പിടിക്കാൻ എനിക്ക് പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് VFA, അതുപോലെ തന്നെ BEVCO LD അങ്ങനെ പോലുള്ള എക്സാംസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ മെയിൻ വില്ലെന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു 3 ദിവസം നമ്മൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിലും 4ാമത്തെ ദിവസം മുതൽ അതിനെയും കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് എനിക്കിപ്പോൾ ആഗ്രഹം. മെയിൻ കാരണം എന്ന് പറയുന്നത് പാരൻസൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലിയോട് എപ്പോഴും ഒരു നല്ലൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു പൊതു സമൂഹത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ 4 ആളുടെ ഇടയിലോട്ട് നമ്മൾ പോകുന്ന ടൈമിൽ ഒരു ഗവൺമെൻറ് സർവൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന മര്യാദ കുറച്ചൊന്നുമല്ല. അപ്പോൾ അത് തന്നെയാണ് എന്നെ ഇതിലോട്ട് ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു, വേറെ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് എനിക്കങ്ങനെ വർക്കായില്ല. അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടാ. ഇപ്പോൾ എനിക്ക് 25 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കിനിയും ടൈമുണ്ട്. അപ്പോൾ 30-35 വയസ്സ് വരെയൊക്കെയാണ് ടൈമെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെ എനിക്ക് സമയമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കൂടാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തോന്നലിൻ്റെ പുറകെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം ടൈമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട്, വേറെ വലിയ ബാധ്യതകളോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളൊന്നും എനിക്കിപ്പില്ല. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 1 year അല്ലെങ്കിൽ 1.5 year മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ
എത്രത്തോളം മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നു അത്രയും പഠിക്കണം എന്നാണ് എനിക്കിപ്പോൾ ആഗ്രഹം. അപ്പോൾ എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് സ്ട്രഗിൾ വരും, നല്ല രീതിയിൽ നമ്മളെ പുറകോട്ട് വലിക്കാൻ ആളുണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസിൻ്റെ വൈസും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ആയാലും ഓരോ കാര്യങ്ങളോടായാലും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ അതിലൊന്നും തോൽക്കാതിരിക്കുക, അതിനെയൊക്കെ തോൽപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റും. നമ്മളെക്കൊണ്ട് എല്ലാ സാധാരണക്കാർ തന്നെയാണ് ഇതുപോലുള്ള പരീക്ഷകൾ എഴുതി പാസ്സാവുന്നതും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നതും എല്ലാം ഇതുപോലുള്ള സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ ആ വലിയ വലിയ ആൾക്കാരോ അല്ലെങ്കിൽ ഭയങ്കര പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല PSCയിലോട്ട് വരുന്നത്, സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നേടാൻ പറ്റുമെങ്കിൽ നമുക്ക് നേടാനായിട്ട് പറ്റില്ലേ? കാരണം യൂസ് ചെയ്യുന്ന ബുക്സും അതുപോലെ നമ്മൾ നോക്കുന്ന റെഫർ ചെയ്യാനായിട്ട് എടുക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ എന്താണ് ആ പരീക്ഷാ ഹാളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളിലാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത്ര തന്നെ ഉള്ളൂ. മാക്സിമം പഠിക്കുക, മാക്സിമം വർക്ക് ചെയ്യുക, കിട്ടും എന്തായാലും ഒരു ദിവസം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും ഒരു ദിവസം നേടാനായിട്ട് പറ്റും. ഒന്നിൻ്റെ മുന്നിലും തളരാതിരിക്കുക കേട്ടോ. സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ.